وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِلَيْنَا مَرْجِعُهُمْ ثُمَّ اللَّهُ شَهِيدٌ عَلَى مَا يَفْعَلُونَ. നാം അവരെ താക്കീത് ചെയ്യുന്ന ദുരന്തങ്ങളിൽ ചിലത് താങ്കളുടെ ജീവിതത്തിൽ തന്നെ കാണിച്ചു തന്നേക്കാം, അല്ലെങ്കിൽ താങ്കളെ അതിനു മുമ്പായി ഉയർത്തിയെന്നും വന്നേക്കാം. ഏതു നിലയ്ക്കും അവർക്ക് നമ്മുടെ സമക്ഷത്തിലേക്ക് വരേണ്ടതുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെയും അല്ലാഹു സാക്ഷിയാകുന്നു. وَلِكُلِّ أُمَّةٍ رَسُولٌ فَإِذَا جَاءَ رَسُولُهُمْ قُضِيَ بَيْنَهُم بِالْقِسْطِ وَهُمْ لَا يُظْلَمُونَ. ഓരോ ഉമ്മത്തിനും ഒരു ദേവദൂതനുണ്ട്. ഒരു സമുദായത്തിങ്കൽ അതിന്റെ ദേവദൂതനാഗതനായാൽ അതിന്റെ വിധി നീതിപൂർവം തീരുമാനിക്കപ്പെടുകയായി. അവർ അളവ് അനീതിക്കിരയാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കുകൊണ്ട് വെറും സമുദായം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ദേവദൂതന്റെ ആഗമനം തൊട്ട് അദ്ദേഹത്തിന്റെ സത്യപ്രബോധനം എത്തിയിട്ടുള്ള ജനവിഭാഗങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉമ്മത്താകുന്നു. റസൂൽ അവർക്കിടയിൽ ജീവിച്ചു കൊള്ളണമെന്ന നിബന്ധന ഇതിനില്ല. അദ്ദേഹത്തിന്റെ സാക്ഷാൽ അധ്യാപനം നിലവിലിരിക്കുന്ന കാലത്തുള്ള ഓരോ വ്യക്തിയും സമൂഹവും അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽപ്പെടുന്നു. പക്ഷെ എന്താണ് റസൂൽ നൽകിയ ശിക്ഷണമെന്ന് കലവറ കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അനിവാര്യമാണ്. ഈ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയുടെ ആഗമനത്തിന് ശേഷമുള്ള എല്ലാ വ്യക്തികളും സമൂഹങ്ങളും അവിടുത്തെ ഉമ്മത്താണ്. ഖുർആൻ അതിന്റെ സാക്ഷാൽ രൂപത്തിൽ അവശേഷിക്കുന്ന കാലമത്രയും ഈ നില തുടരുകയും ചെയ്യും. ഓരോ ജനവിഭാഗത്തിലും ദേവദൂതനുണ്ടെന്ന് പറയാതെ ഓരോ ഉമ്മത്തിനും ഒരു ദേവദൂതനുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടത്രേ. അതായത് റസൂലിന്റെ സാക്ഷാൽ പ്രബോധനം എത്തുന്നതോടെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹുജ്ജത്ത് അഥവാ ന്യായം പൂർത്തിയാവുന്നു. പിന്നെ വിധി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ തെളിവ് നൽകേണ്ട ആവശ്യമില്ല. പരമാവധി നീതിപൂർവകമായിരിക്കും വിധി. റസൂലിന്റെ വാക്ക് സ്വീകരിച്ച് ജീവിതം സംസ്കരിക്കുന്നവർ തികച്ചും അനുഗ്രഹീതരായിരിക്കും. അത് തിരസ്കരിച്ചവർ ശിക്ഷാർഹരും. ശിക്ഷ ചിലപ്പോൾ ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും കിട്ടും, ചിലപ്പോൾ പരത്തിൽ വെച്ചു മാത്രമായിരിക്കും. ഏതായാലും അവർ ശിക്ഷ അർഹിക്കുന്നവർ തന്നെ. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. ഈ ഭീഷണി സത്യമാണെങ്കിൽ എപ്പോഴാണത് നടപ്പാവുക എന്ന് അവർ ചോദിക്കുന്നുണ്ടല്ലോ. قُل لَّا أَمْلِكُ لِنَفْسِي ضَرًّا وَلَا نَفْعًا إِلَّا مَا شَاءَ اللَّهُ لِكُلِّ أُمَّةٍ أَجَلٌ إِذَا جَاءَ أَجَلُهُمْ فَلَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ. പറയുക, സ്വന്തം ഗുണദോഷങ്ങൾക്കുള്ള അധികാരം പോലും എനിക്കില്ല. എല്ലാം അള്ളാഹുവിന്റെ ഇച്ഛയെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ സമുദായത്തിനും ഒരു കാലാവധിയുണ്ട്. ആ അവധി പൂർത്തിയായാൽ പിന്നെ ഒരു നിമിഷവും മുന്തുകയോ പിന്തുകയോ ഇല്ല. അതായത്, നിങ്ങളുടെ ശിക്ഷാവിധി നടത്തുക ഞാനാണെന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് വിധി എപ്പോഴാണ് പുലരുക എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഭീഷണി അള്ളാഹുവിന്റേതാണ്. അവൻ തന്നെയാണത് നടപ്പിലാക്കുക. എപ്പോൾ ഏതു രൂപത്തിൽ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവന്റേതു മാത്രമാണ്. അള്ളാഹു എടുത്തുചാട്ടക്കാരനല്ല. റസൂലിന്റെ പ്രബോധനം ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ എത്തുക, എന്നിട്ടത് സ്വീകരിച്ചവർക്ക് ഉടനെ അനുഗ്രഹവും നിഷേധിച്ചവർക്ക് ഉടനെ ശിക്ഷയും കൊടുക്കുക, ഇതല്ല അവന്റെ നടപടിക്രമം. ഓരോ വ്യക്തിക്കും അയാളുടെ സ്വകാര്യ നിലപാടനുസരിച്ചും ഓരോ സമൂഹത്തിനും അതിന്റെ സാമൂഹിക നിലപാടനുസരിച്ചും ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടത്ര അവധി അനുവദിക്കുന്നു. അത് ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്നെന്ന് വരാം. ഓരോരുത്തർക്കും ഇത്ര അവധി വേണമെന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു തന്നെയാണ്. ഓരോരുത്തർക്കും നീതിപൂർവം നിശ്ചയിച്ചു കൊടുക്കുന്ന അവധി പൂർത്തിയാവുകയും വ്യക്തിയും സമൂഹവും തങ്ങൾക്ക് ലഭിച്ച അവസരം ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് കരുതുക.
തങ്ങളുടെ ധിക്കാരപരമായ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ ആ തീരുമാനം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അള്ളാഹു നിർണയിച്ച അവധിക്ക് മുമ്പായി ഒന്നും സംഭവിക്കില്ല. അവധി എത്തിയാൽ പിന്നെ അരനിമിഷം താമസിക്കുകയുമില്ല. قُلْ أَرَأَيْتُمْ إِنْ أَتَاكُمْ عَذَابُهُ بَيَاتًا أَوْ نَهَارًا مَاذَا يَسْتَعْجِلُ مِنْهُ الْمُجْرِمُونَ അവരോട് ചോദിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷ രാവിലോ പകലിലോ ആകസ്മികമായി വന്നു ഭവിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നെ ഈ പാപികൾ എന്താണ് ഈ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? أَثُمَّ إِذَا مَا وَقَعَ آمَنْتُمْ بِهِ الْآنَ وَقَدْ كُنْتُمْ بِهِ تَسْتَعْجِلُونَ അതു നിങ്ങളിൽ വന്നു ഭവിക്കുമ്പോഴേ നിങ്ങൾ വിശ്വസിക്കൂ എന്നോ? ഇനി അപ്പോൾ രക്ഷപ്പെടാമെന്നോ? അന്നേരമോ അത് വേഗം വന്നു ചേരാൻ ബന്ധപ്പെടുകയായിരുന്നല്ലോ നിങ്ങൾ. ثُمَّ قِيلَ لِلَّذِينَ ظَلَمُوا ذُوقُوا عَذَابَ الْخُلْدِ هَلْ تُجْزَوْنَ إِلَّا بِمَا كُنتُمْ تَكْسِبُونَ അനന്തരം അക്രമികളോട് പറയപ്പെടും, ഇനി ശാശ്വത ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമല്ലാതെ മറ്റെന്താണ് പകരം ലഭിക്കുക? وَيَسْتَنبِئُونَكَ أَحَقٌّ هُوَ قُلْ إِي وَرَبِّي إِنَّهُ لَحَقٌّ وَمَا أَنْتُمْ بِمُعْجِزِينَ താങ്കൾ പറയുന്നത് സത്യം തന്നെയോ എന്നവർ ചോദിക്കുന്നുവല്ലോ. പറയുക, എന്റെ റബ്ബാണ്, അത് തികച്ചും സത്യം തന്നെ. അതിന്റെ വരവ് തടയാൻ നിങ്ങൾക്കാവില്ല. وَلَوْ أَنَّ لِكُلِّ نَفْسٍ ظَلَمَتْ مَا فِي الْأَرْضِ لَافْتَدَتْ بِهِ وَأَسَرُّوا النَّدَامَةَ لَمَّا رَأَوُا الْعَذَابَ وَقُضِيَ بَيْنَهُم بِالْقِسْطِ وَهُمْ لَا يُظْلَمُونَ അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിയുടെ പക്കലും ഭൂമിയിലെ സമ്പത്തത്രയുമുണ്ടെങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് മോചിതനാകുന്നതിന് അതൊക്കെയും പിഴയായൊടുക്കാൻ ഓരോരുത്തനും സന്നദ്ധനാകും. ആ ശിക്ഷ നേരിൽ കാണുമ്പോൾ ഇവർ ഉള്ളിന്റെയുള്ളിൽ ഖേദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ തികഞ്ഞ നീതിയോടെ അവർക്കിടയിൽ വിധി പ്രസ്താവിക്കപ്പെടുന്നതാകുന്നു. അവരോട് ഒരനീതിയും ഉണ്ടാകുന്നതല്ല. ജീവിതകാലം മുഴുവൻ ദൈവിക ദർശനത്തെയും അവന്റെ ശിക്ഷാ നടപടിയെയും നിഷേധിച്ചും അവഗണിച്ചും അധർമ്മത്തിൽ വിഹരിച്ചവരാണവർ. മാത്രവുമല്ല, പ്രവാചകന്മാരെ നാനാതരം കുറ്റാരോപണങ്ങൾ നടത്തി തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ തങ്ങൾ താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ അമ്പരക്കുകയും ഖേദത്തിലകപ്പെടുകയും ചെയ്യും. പക്ഷേ കാര്യമെല്ലാം കൈവിട്ടുപോയി. നാവുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പശ്ചാത്താപവും ഖേദവും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആണ്ടിറങ്ങിയിരിക്കും. ഗുണകാംക്ഷികളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം അഭ്യൂഹങ്ങളെ മാത്രം ആധാരമാക്കി പ്രവർത്തിച്ചതിനാൽ അമ്പേ പരാജയപ്പെട്ട ഒരാൾക്ക് അയാളോട് തന്നെയല്ലാതെ മറ്റാരോടാണ് വേവലാതിപ്പെടാനുള്ളത്? ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون കേൾക്കുവിൻ, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റേതാകുന്നു. ശ്രദ്ധിക്കുവിൻ, അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാകുന്നു. പക്ഷേ അധിക മനുഷ്യരും അറിയുന്നില്ല. هو يحيي ويميت وإليه ترجعون അവൻ ജീവിപ്പിക്കുന്നു, അവൻ തന്നെ മരിപ്പിക്കുകയും ചെയ്യുന്നു. അവങ്കിലേക്ക് തന്നെ നിങ്ങളെല്ലാവരും മടക്കപ്പെടുകയും ചെയ്യും. يا أيها الناس
الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് റബ്ബിങ്കൽ നിന്നുള്ള ഉപദേശം ലഭിച്ചു കഴിഞ്ഞു. അത് മനസ്സിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ്. അത് സ്വീകരിക്കുന്നവർക്ക് സന്മാർഗദർശകവും അനുഗ്രഹവുമാകുന്നു. قُلْ بِفَضْلِ اللَّهِ وَبِرَحْمَتِهِ فَبِذَلِكَ فَلْيَفْرَحُوا هُوَ خَيْرٌ مِّمَّا يَجْمَعُونَ. പ്രവാചകൻ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് അവൻ ഇതയച്ചു തന്നത്. ഇതിനെ ചൊല്ലി ജനം സന്തോഷിക്കേണ്ടതാകുന്നു. അത് ജനം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളെക്കാളും ഉത്കൃഷ്ടമായതാകുന്നു. قُلْ أَرَأَيْتُمْ مَا أَنزَلَ اللَّهُ لَكُم مِّن رِّزْقٍ فَجَعَلْتُم مِّنْهُ حَرَامًا وحلالا قُلْ اللَّهُ أَذِنَ لَكُمْ أَمْ عَلَى اللَّهِ تَفْتَرُونَ. പ്രവാചകൻ അവരോട് പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയ വിഭവത്തിൽ ചിലതിനെ നിങ്ങൾ ഹലാലെന്നും ചിലതിനെ ഹറാമെന്നും നിശ്ചയിച്ചു. അവരോട് ചോദിക്കുക, ഈ നടപടിക്ക് അല്ലാഹു നിങ്ങൾക്ക് അനുവാദം തന്നിരുന്നുവോ? അതോ നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞതോ? റിസ്ക് എന്ന അറബി ശബ്ദം നാം ഭക്ഷ്യവിഭവങ്ങളെ മാത്രം ഉദ്ദേശിച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതിനാൽ അന്നപാനീയങ്ങളെ ഹലാലും ഹറാമുമാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഈ വാക്യത്തിൽ പറയുന്നതെന്ന് ചില പാമരന്മാർ മാത്രമല്ല പണ്ഡിതന്മാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അറബി ഭാഷയിൽ റിസ്ക് എന്ന പദം ആഹാരപാനീയങ്ങളെന്ന അർത്ഥത്തിൽ പരിമിതമല്ല. ദാനം, അനുഗ്രഹം, ഭാഗ്യം തുടങ്ങിയ അർത്ഥങ്ങളിൽ പൊതുവെ പ്രയോഗിക്കുന്ന വാക്കാണത്. അല്ലാഹു മനുഷ്യർക്ക് അവന്റെ ദാനമായി നൽകുന്ന ഏതും റിസ്ക്കാണ്. സന്താനങ്ങൾ പോലും റിസ്കിന്റെ അർത്ഥവ്യാപ്തിയിൽപ്പെടുന്നു. ഹദീസ് നിവേദകരുടെ പട്ടികയിൽ റിസ്ക്, റുസൈഖ്, റിസ്കുള്ള എന്നിങ്ങനെയുള്ള പേരുകൾ ധാരാളം കാണാം. ഏതാണ്ട് അല്ലാഹുവിന്റെ ദാനം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന അർത്ഥമാണ് ഇവയിൽ പരിഗണിച്ചിരിക്കുന്നത്. അറബി ശൈലിയിൽ റസഖ ഇൽമൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇന്നയാൾ വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം. ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഓരോ ഗർഭിണിയുടെയും വയറ്റിൽ അല്ലാഹു ഒരു മലക്കിനെ അയച്ച് പ്രസവിക്കാൻ പോകുന്ന ശിശുവിന്റെ റിസ്ക്, ആയുസ്, പ്രവൃത്തി എന്നിവ രേഖപ്പെടുത്തുന്നു. ശിശുവിന് ഭാവിയിൽ ലഭിക്കുന്ന ഭക്ഷണമെന്നല്ല ഇവിടെയും റിസ്കിന്റെ അർത്ഥം. അവന് ഇഹത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്നാകുന്നു. ഖുർആനിൽ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതായത് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും എന്നും വന്നിരിക്കുന്നു. ആകയാൽ അന്നപാനീയങ്ങളിൽ മാത്രം റിസ്കിന്റെ അർത്ഥം പരിമിതപ്പെടുത്താൻ പാടില്ല. ഭക്ഷണ വിഭവങ്ങളെപ്പറ്റി സ്വതന്ത്രമായ ഹറാം, ഹലാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ മാത്രമാണ് മേൽസൂക്തത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നതെന്ന് ധരിക്കുന്നതും ശരിയല്ല. ഇതൊരു നിസ്സാരമായ അബദ്ധമല്ല. ദൈവിക ദീനിന്റെ അടിസ്ഥാനപരവും സുപ്രധാനവുമായ ഒരധ്യാപനം അതുവഴി ആളുകളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ഹലാൽ, ഹറാം എന്നൊക്കെ പറയുന്നത് ദീൻ കാര്യങ്ങൾക്ക് മാത്രം ബാധകമായ സംഗതിയാണെന്നും നാഗരികതയുടെ അതിവിപുലമായ ഇടപാടുകളിൽ അത് പ്രസക്തമല്ലെന്നും അവർ കരുതുന്നു. ലൗകിക കാര്യങ്ങളിൽ യഥേഷ്ടം വിധിവിലക്കുകൾ നിർണയിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും മനുഷ്യന് തന്നെയാണെന്നും ഇന്ന് പൊതുവിൽ ഒരു തെറ്റിദ്ധാരണ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തന്നിമിത്തം അല്ലാഹുവിനെയും അവന്റെ കിതാബിനെയും പുറന്തള്ളി അത്തരം വിഷയങ്ങളിൽ വല്ല നിയമവും നിർമ്മിക്കുന്നത് ദീനിന് എതിരല്ലെന്ന് പലരും കരുതുന്നു. സാധാരണക്കാർ മാത്രമല്ല, മതപണ്ഡിതന്മാരും മുഫ്തിമാരും ഖുർആന്റെ മുഫസ്സിറുകളും ഹദീസിന്റെ ഷെയ്ഖുമാരും വരെ ഇക്കൂട്ടത്തിലുണ്ട്. വാസ്തവമാകട്ടെ, ദൈവിക ശരീഅത്തിലെ വിധിവിലക്കുകളെ അവഗണിച്ച് സ്വതന്ത്രമായി ഹറാം, ഹലാലിന്റെ പരിധികൾ നിർണയിക്കുന്നത് ഭക്ഷണകാര്യത്തിൽ എന്ന പോലെ തന്നെ നാഗരിക ഇടപാടുകളിലും പാടില്ലാത്തതാകുന്നു.
അള്ളാഹുവിൽ നിന്നുള്ള പ്രണാമമില്ലാതെ സ്വന്തം നിലയിൽ ഹലാലും ഹറാമും വിധിക്കുന്നത് എത്ര കടുത്ത ധിക്കാരമാണെന്നോ. റിസ്ക് അള്ളാഹുവിന്റേത്, നിങ്ങൾ തന്നെയും അള്ളാഹുവിന്റെ അടിമകൾ. എന്നിട്ടും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളുടെ കൈകാര്യം, ഉപയോഗം, ഉപഭോഗം എന്നിവയെ സംബന്ധിച്ച അതിരുകളും പരിധികളും നിശ്ചയിക്കാനുള്ള അധികാരം നിങ്ങൾ കാണുന്നു. ആ അധികാരം നിങ്ങൾക്ക് എവിടുന്ന് ലഭിച്ചു? ഒരു ഭൃത്യൻ തനിക്ക് യജമാനന്റെ സ്വത്ത് യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നും അക്കാര്യത്തിൽ യജമാനനോട് ഒന്നും ചോദിക്കേണ്ടതില്ലെന്നും വാദിക്കുന്ന പക്ഷം അവനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളുടെ വീടും വീട്ടിലെ സകല വസ്തുക്കളും ഇഷ്ടാനുസൃതം ഉപയോഗപ്പെടുത്താനും ക്രയവിക്രയം ചെയ്യാനും തനിക്ക് സ്വാതന്ത്ര്യവും അധികാരവുമുണ്ടെന്ന് നിങ്ങളുടെ ഭൃത്യൻ അവകാശപ്പെടുന്നുവെന്നിരിക്കട്ടെ. അയാളോട് നിങ്ങൾ അനുവർത്തിക്കുന്ന നയം എന്തായിരിക്കും? താൻ ഒരുത്തന്റെ ഭൃത്യനാണെന്നോ തനിക്കൊരു യജമാനനുണ്ടെന്നോ തന്റെ കൈകാര്യത്തിലുള്ള വസ്തുവകകൾ മറ്റൊരുത്തന്റേതാണെന്നോ സമ്മതിക്കാൻ കൂട്ടാക്കാത്ത ഭൃത്യന്റെ നിലപാട് മറ്റൊന്നാണ്. താൻ മറ്റൊരുത്തന്റെ ഭൃത്യനാണെന്നും തന്റെ വശമുള്ള വസ്തുവകകളെല്ലാം അവന്റേതാണെന്നും സമ്മതിക്കുക എന്നതാണ് ആ ഭൃത്യന്റെ ധാർമ്മിക ബാധ്യത. എന്നാൽ ആ സ്വത്ത് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും തനിക്ക് തന്നെയാണെന്നും യജമാനനോട് ഒന്നും അന്വേഷിക്കേണ്ടതില്ലെന്നും വാദിക്കുന്ന ഭൃത്യന്റെ നിലപാട് അങ്ങേയറ്റത്തെ നന്ദികേടാണ്. ലൗകിക കാര്യങ്ങളിൽ മനുഷ്യൻ വിധിവിലക്കുകൾ നിശ്ചയിക്കുന്ന നിലപാട് ഒരേ ഒരു രൂപത്തിലേ സാധുവാകുകയുള്ളൂ. യജമാനൻ അവന്റെ വസ്തുവകകൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ മനുഷ്യർക്ക് അനുവാദം തന്നിരിക്കുക. നിങ്ങളുടെ പ്രവൃത്തിക്കും ഉപയോഗത്തിനുമുള്ള അതിർവരമ്പുകളും നിയമവ്യവസ്ഥകളുമെല്ലാം നിങ്ങൾ തന്നെ തയ്യാറാക്കുവിൻ എന്ന് യജമാനൻ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ പ്രശ്നം ഇതാണ്: അങ്ങനെയുള്ള അധികാര സ്വാതന്ത്ര്യങ്ങളൊക്കെ യജമാനൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നതിന് വല്ല രേഖയും നിങ്ങളുടെ പക്കലുണ്ടോ? അഥവാ സകല അധികാര അവകാശങ്ങളും നിങ്ങളിൽ അർപ്പിതമായിട്ടുണ്ടെന്ന് വെറുതെ അങ്ങ് വാദിക്കുകയാണോ? ആദ്യം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ആ സമ്മതപത്രം ഒന്ന് കാണിക്കുക. രണ്ടാമത്തെ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ ധിക്കാരം ചെയ്യുന്നതിന് പുറമെ വ്യാജം ചമയ്ക്കുക എന്ന കുറ്റവും കൂടി ചെയ്യുന്നുവെന്നാണ് അതിന്റെ വ്യക്തമായ അർത്ഥം. وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരുണ്ടല്ലോ, അന്ത്യനാളിൽ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവരെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹു ജനത്തോട് കരുണയുള്ളവനാകുന്നു, പക്ഷേ അധിക ജനവും നന്ദി ചെയ്യുന്നില്ല. അതായത് യജമാനന്റെ ഗൃഹവും ധനവും നിങ്ങളുടെ ശരീരവുമൊക്കെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതും അപ്രകാരം കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് പ്രീതിയും സമ്മാനവും അഭിവൃദ്ധിയും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നതും ആ യജമാനന് അടിമകളോടുള്ള അപാരമായ കാരുണ്യം കൊണ്ടാകുന്നു. അതുപോലെ ഇന്ന പ്രവൃത്തിമാർഗം അവലംബിച്ചാൽ തന്റെ കോപത്തിനും ശിക്ഷയ്ക്കും അധപതനത്തിനും പാത്രമാവുമെന്ന് താക്കീത് ചെയ്തതും ഒരനുഗ്രഹം തന്നെ. പക്ഷേ പ്രസ്തുത കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വിഡ്ഢികളായ ഭൃത്യജനം നന്ദി കാണിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, യജമാനൻ തന്റെ ഭവനത്തിൽ നിങ്ങളെ കൊണ്ടുവന്നാക്കുകയും തന്റെ വസ്തുവകകളെല്ലാം നിങ്ങളുടെ അധികാരത്തിൽ വിട്ടുതരികയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് തന്റെ ഭൃത്യന്മാർ എന്തു ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുകയാണവൻ. തന്റെ അഭീഷ്ടത്തിനെതിരായി നടക്കുന്നവനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് അവൻ താക്കീത് ചെയ്തിട്ടുണ്ട്. وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. പ്രവാചകരെ, താങ്കൾ ഏതവസ്ഥയിലായിരുന്നാലും ഖുർആനിൽ നിന്ന് എന്ത് ഓതി കേൾപ്പിക്കുകയാണെങ്കിലും ജനങ്ങളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും
അവിടെയൊക്കെയും നാം ദൃക്സാക്ഷിയായി നിലകൊള്ളുന്നുണ്ട്. റബ്ബിന്റെ ദൃഷ്ടിയിൽ പെടാതെയോ സുവ്യക്തമായ പട്ടികയിൽ രേഖപ്പെടുത്താതെയോ ആകാശത്തോ ഭൂമിയിലോ ഒരു അണുതുല്യമായ വസ്തുവുമില്ല, അതിലും ചെറുതോ വലുതോ ആയ വസ്തുവുമില്ല. ഇവിടെ ഇക്കാര്യം എടുത്തു പറയുന്നതിന്റെ ഉദ്ദേശ്യം നബിയെ സാന്ത്വനപ്പെടുത്തലും നബിയുടെ എതിരാളികളെ താക്കീത് ചെയ്യലുമാണ്. ഒരു വശത്ത് നബിയെ സമാശ്വസിപ്പിക്കുന്നു, സത്യത്തിന്റെ സന്ദേശം പ്രബോധനം ചെയ്യുന്നതിനും ദൈവദാസന്മാരെ സംസ്കരിക്കുന്നതിനുമായി ത്യാഗസന്നദ്ധതയോടും ആത്മാർപ്പണ മനോഭാവത്തോടും ക്ഷമയോടും കൂടി താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ ദുഷ്കരമായ ദൗത്യത്തിന് താങ്കളെ നിയോഗിച്ച് നാം ഒഴിഞ്ഞുമാറിയിട്ടില്ല. താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നാം വീക്ഷിക്കുന്നുണ്ട്. താങ്കളോട് ആരൊക്കെ സഹകരിക്കുന്നുവെന്നും നമുക്കറിയാം. മറുവശത്ത് നബിയുടെ ശത്രുക്കളെ ഇങ്ങനെ താക്കീത് ചെയ്യുന്നു, സത്യപ്രബോധകനും നന്മേച്ഛവുമായ ഒരു വ്യക്തിയുടെ സംസ്കരണ സംരംഭങ്ങളിൽ തടസ്സം വലിച്ചിടുന്ന നിങ്ങളുടെ ദുഷ്ചെയ്തികൾ ആരും വീക്ഷിക്കുന്നില്ലെന്നും ആ നടപടി വിചാരണ ചെയ്യപ്പെടുകയില്ലെന്നും ഒരിക്കലും ധരിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ ദൈവത്തിന്റെ റെക്കോർഡിൽ രേഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊള്ളുക. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കേൾക്കുവിൻ, ആർ അല്ലാഹുവിന്റെ മിത്രങ്ങളാണോ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. الذين آمنوا وكانوا يتقون. സത്യത്തിൽ വിശ്വസിക്കുകയും ദൈവഭക്തിയുടെ മാർഗം കൈക്കൊള്ളുകയും ചെയ്തവരാണവർ. لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ഇഹത്തിലും പരത്തിലും രണ്ട് ജീവിതത്തിലും അവർക്ക് സുവിശേഷം തന്നെ. അല്ലാഹുവിന്റെ വചനങ്ങൾ ഭേദഗതി ചെയ്യുക സാധ്യമേയല്ല. ഇതത്രേ മഹത്തായ വിജയം. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. പ്രവാചകരെ, ഈ ജനം താങ്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. പ്രതാപമത്രയും അല്ലാഹുവിന്റെ മാത്രം അധീനത്തിലാകുന്നു. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ.